അരുൺ, നമ്മളൊക്കെ മുൻപ് കണ്ടിട്ടുള്ള ദൗത്യം അതിൽ എടുത്തു പറയേണ്ടത് ഈ സന്ധ്യ ആയിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വനമേഖലയോ മറ്റോ ഉണ്ടായിട്ടുണ്ട്, അവിടേക്ക് ആന പോകുന്നതാണ്. അരിക്കൊമ്പൻ ദൗത്യത്തിലും ഒക്കെ PM2 ദൗത്യം അല്ലെങ്കിൽ അതൊക്കെ പെട്ടെന്നല്ലേ സാധ്യമായിരുന്നു. ഇത് ഈ ജനവാസ മേഖലയിൽ തന്നെ ഏതെങ്കിലും സമയത്ത് ഇരുട്ട് വീണ് കഴിഞ്ഞാൽ കാത്തിരിക്കാൻ കഴിയില്ല, അതല്ലേ സാഹചര്യം? അതെ, ഈ മണിക്കൂറിൽ തന്നെ അത് നടക്കണമെന്ന് നമ്മൾ സൂചിപ്പിച്ചത് അതാണ്. ആ പ്രദേശത്ത് ആന നീങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു, ആനയ്ക്ക് ഒരു ദിശമാറ്റം വന്നെന്ന് തോന്നുന്നുണ്ട്. എന്താണ് സാഹചര്യമെന്ന് ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ആന ദൂരത്താണ്, ആന ദിശയിൽ മാറ്റം വരുത്തിയതായി എന്തായാലും മനസ്സിലാക്കുന്നുണ്ട്. പ്രജീഷ് ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ, ഇവിടെ നിന്ന് അത്തരത്തിലൊരു കുന്നിൻ മുകളിലേക്ക് ഇനി ആന രാത്രി കയറാനുള്ള ഒരു സാഹചര്യമുണ്ടോ? വനമേഖലയിലേക്ക് ആന പോകുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഉണ്ടോ എന്ന് നമുക്ക് ഈ പ്രദേശവാസിയോട് തന്നെ ചോദിക്കാം. ചേട്ടാ, അങ്ങനെ ആന ഈ ഒരു രാത്രി ആയി കഴിഞ്ഞാൽ തിരിച്ചൊരു വനമേഖലയിലേക്ക് വന്ന വഴി പോകാനുള്ള ഒരു സാധ്യത അങ്ങനെ എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടോ? ഏകദേശം 10-12 കിലോമീറ്റർ പോകണം വന്ന വഴി പോവുകയാണെങ്കിൽ വനമേഖലയിലേക്ക്. അപ്പോൾ അതിനുള്ള ഒരു സാധ്യതയില്ല ഈ ഒരു പ്രദേശത്ത് തന്നെ? പറ്റില്ല. ഈ പ്രദേശത്ത് തന്നെ ആന ചുറ്റിത്തിരിഞ്ഞ് രാത്രി, എനിക്ക് തോന്നുന്നത് ഈ ടൗൺ പ്രദേശമാണല്ലോ, ഇവിടെ തന്നെ നിലയുറപ്പിക്കാനാണ് സാധ്യത. എന്താ വെച്ചാൽ ഇന്ന് രാവിലെ മുതൽ അത് ഒന്ന് ഭയപ്പാട് വന്നിട്ടുണ്ടാകാം. ദൂരെ പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ എന്തെങ്കിലും കാരണവശാൽ ടൗൺ മേഖലയിലേക്ക് കയറി കഴിഞ്ഞാൽ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഈ ഒരു മേഖലയിൽ നിലയുറപ്പിക്കാനുള്ള സാധ്യത തന്നെയാണ് നിലവിൽ കാണുന്നത്. അങ്ങോട്ടേക്ക് കുന്നിൻ ചെരുവിലേക്ക്, ഈ വനമേഖലയിലേക്ക് ആന പോകാനുള്ള സാധ്യത കുറവാണ്. നിലവിൽ ആന ഈ ദിശമാറ്റം വരുന്നുണ്ട്, സ്ഥാനചലനം ആനയ്ക്ക് വരുന്നുണ്ട്. ആന സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു, ഒരു ഭാഗത്തു നിന്ന് ഒരു ഭാഗത്തേക്ക്. ആന പരിഭ്രാന്തനായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാവിലെ ഉള്ള മണിക്കൂറിലെല്ലാം ആന ശാന്തനായിരുന്നു. ഈ ആനയെ പറ്റി പറയുമ്പോൾ, ഇതിൻ്റെ ചരിത്രം മനസ്സിലാകുമ്പോൾ, ജനവാസ മേഖലയോട് കൂടുതൽ അടുത്ത് നിൽക്കാൻ താല്പര്യം പ്രകടമാക്കുന്ന ഒരാനയാണ്. മുൻപും കേരള ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ഇത്തരം ഒരു മയക്കേട് ദൗത്യം അരിക്കൊമ്പൻ്റേതായിരുന്നു. അരിക്കൊമ്പന് സമാനമായ ഒരു സ്വഭാവ വിശേഷമുള്ള ഒരു ആനയായാണ് ഇത് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ജനവാസ മേഖലയോട് അടുത്ത് നിൽക്കുന്നത് തന്നെയാണ് ഈ ആനയുടെ ഒരു സ്വഭാവം. അപ്പോൾ എന്തായാലും ഇപ്പോൾ ആനയ്ക്ക് ഈ സ്ഥാനചലനം വരുന്നത് തന്നെയാണ് ഈ ദൗത്യത്തിനെ ഏറ്റവും ദുഷ്കരമാക്കിയത്. ഉച്ചവരെ ഈ ഒരു പ്രദേശത്ത് ആന നിലവുള്ള ഈ ഫോക്കസ് പോയിന്റിൽ എത്തിയ ആനയാണ്. അവിടെ നിന്നാണ് ആന മാറുന്നത്, ദിശമാറ്റം വരുന്നത്. പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആന സഞ്ചരിക്കുന്നു. ഈ മുകളിലേക്ക് ഉൾപ്പെടെ ആശങ്കാജനമായ ഒരു സാഹചര്യം വരെ ഉണ്ടായി. അതിൽ നിന്ന് ഇപ്പോൾ ഒരു ആശ്വാസകരമായ ഒരു സ്ഥിതിയാണ് നിലവിൽ എന്തായാലും ഉള്ളത് എന്ന് നമുക്ക് പറയാം. പക്ഷേ ഈ ഒരു മണിക്കൂർ ഏറ്റവും നിർണായകമാണ്. എങ്ങനെയെങ്കിലും ആനയെ വഴി തെളിച്ച ഈ ഒരു വാഴത്തോപ്പിനടുത്തേക്ക്, അതും നിശ്ചലനായി നിൽക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഏറ്റവും അനുയോജ്യം. അങ്ങനെ മയക്കുവെടി വെച്ചാൽ തന്നെ ഈ ഒരു മണിക്കൂറിൽ അത് കുങ്കി ആനകളെ ഇവിടെ എത്തിക്കണം, പിന്നീട് വാഹനത്തിൽ കയറ്റണം. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ അത് നടക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു മിഷൻ അടുത്ത ദിവസത്തേക്ക് നീളും, വീണ്ടും മിഷൻ നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും, മുൻപത്തെയൊക്കെ പശ്ചാത്തലത്തിൽ നമ്മൾ കണ്ടതുപോലെ. അങ്ങനെയെങ്കിൽ ഈ രാത്രി സമയത്ത് ഈ ആളുകൾ കൂടിയതാണ് ഈ ആനയ്ക്ക് മാറാനുണ്ടായ ഒരു സാഹചര്യം. അപ്പോൾ ഈ വിജനമായ രാത്രി സമയത്ത് ആന എങ്ങോട്ടേക്ക് സഞ്ചരിക്കും? ഈ ടൗൺ പ്രദേശത്തേക്ക് ആനയ്ക്ക് പോകാൻ സുഗമമായിരിക്കും. ഒപ്പം തന്നെ ഈ ഒരു വാഴത്തോപ്പ് മേഖലയിൽ തന്നെ ആനയ്ക്ക് ഈ ഒരു പ്രദേശത്ത് തന്നെ തമ്പടിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അത് ഏത് ദിശയിലേക്ക്, രാവിലെ ടൗൺ മേഖലയിലേക്കൊക്കെ രാവിലത്തെ പോലെ ഒരു സാഹചര്യം രാത്രിയിലും ഉണ്ടാകുമോ എന്നുള്ളതൊക്കെയാണ്.